ഗേൾസ്, വെൽക്കം ടു Xylem Learning. ഞാൻ ദ്യുതി, സൈലത്തിലെ ബയോളജി ഫാക്കൾട്ടിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ലൈഫിലെ ഇമ്പോർട്ടൻറ്റ് ടേണിംഗ് പോയിന്റ് ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ടേണിംഗ് പോയിന്റിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ 10ാം ക്ലാസ് ബയോളജിയിൽ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ട് എന്തൊക്കെയാണ് നിൽക്കുന്നത്, ലൈക്ക് എന്തൊക്കെയാണ് നമുക്ക് 10th സ്റ്റാൻഡേർഡ് ബയോളജിയിൽ പഠിക്കാനുള്ളത്, ആ ഒരു കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് Xylem SSLC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബയോളജിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിലോട്ട് എത്തിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ 10th സ്റ്റാൻഡേർഡ് ബയോളജി നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ താഴെ നിങ്ങൾ കമന്റ് ചെയ്യണം, യെസ് ഐ ആം റെഡി എന്ന് പറഞ്ഞിട്ട്. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു പോകാനുള്ള വളരെ കുറച്ച് കാര്യങ്ങളെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. 9th വെച്ച് നോക്കുമ്പോൾ എത്രയോ ഈസി ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക. റെക്കോർഡഡ് ക്ലാസ്സുകളായാലും ലൈവ് ക്ലാസ്സുകളായാലും എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് Xylem ലേണിംഗ് ആപ്പിൽ ജോയിൻ ചെയ്യാത്ത ഏതെങ്കിലും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കുക. കാരണം റെക്കോർഡഡ് ക്ലാസ്സുകളാവട്ടെ ലൈവ് ക്ലാസ്സുകളാവട്ടെ ടീച്ചേഴ്സ് എഴുതിയിട്ടുള്ള ഹാൻഡ് റിട്ടൺ നോട്ടുകളും സ്ലൈഡുകളും പേഴ്സണൽ മെന്റർഷിപ്പുകളും ഡെയിലി എക്സാമിനേഷനും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും എല്ലാം തന്നെയാണ് Xylem ലേണിംഗ് ആപ്പിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും എന്ത് ചെയ്യണം, കറക്റ്റ് ടൈമിൽ തന്നെ അഡ്മിഷൻ എടുക്കുക, ക്ലാസ് മിസ് ചെയ്യേണ്ട. സോ നമുക്ക് നമ്മളുടെ കാര്യത്തിലോട്ട് കിടക്കാം. ബയോളജി നിങ്ങൾ 9th 8th പഠിച്ചിട്ടുണ്ട്. ബയോളജി 10th സ്റ്റാൻഡേർഡ് ബയോളജിയിലും നമുക്ക് പാർട്ട് 2, അതായത് 2 പാർട്ടാണ് ടെക്സ്റ്റ് ബുക്കുകളുള്ളത്. 2 പാർട്ട് ടെക്സ്റ്റ് ബുക്കുകളിലും കൂടെ നമുക്ക് പഠിക്കാനുള്ളത് 8 ചാപ്റ്റേഴ്സ് ആണ്. 7 ചാപ്റ്റേഴ്സ് ആയിരുന്നു 9th ഇവിടെ നമുക്ക് 8 ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ സിമ്പിൾ ചാപ്റ്റേഴ്സ് ആണ്, രസകരമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഈ 8 ചാപ്റ്റേഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുത്താൽ അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഈ 4 ചാപ്റ്റേഴ്സും വളരെ രസകരമായ ചാപ്റ്റേഴ്സ് ആണ്. അതേപോലെ തന്നെ നമ്മളെ SSLC എക്സാമിന് ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരുപാട് ചാപ്റ്റേഴ്സ് ഈ 4 ചാപ്റ്റേഴ്സിന്റെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ നോക്കിയാൽ കാണാം സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസസ്, അഥവാ അറിയാനും പ്രതികരിക്കാനും നമ്മുടെ ശരീരത്തിലെ നാഡീ വ്യവസ്ഥയെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. മസ്തിഷ്കവും അതേപോലെ തന്നെ സുഷുമ്നയും നെർവ്സും അതായത് നാഡികളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നെർവസ് സിസ്റ്റം, ബ്രെയിൻ, സ്പൈനൽ കോഡ്, അതേപോലെ തന്നെ നെർവ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ശേഷം നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലോട്ട് വന്നാൽ അറിവിന്റെ വാതായനങ്ങൾ അഥവാ വിൻഡോസ് ഓഫ് നോളജ്, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ്, അഥവാ ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ്. കുഞ്ഞുനാൾ മുതലേ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും അല്ലെ പഞ്ചേന്ദ്രിയങ്ങൾ എന്നൊക്കെ. അപ്പൊ ഈ ഒരു ഇന്ദ്രിയങ്ങളെ കുറിച്ച് അഥവാ സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ് ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിൽ, അതായത് നമ്മളെ ഐ, ഇയർ, നോസ്, ടങ് ആൻഡ് സ്കിൻ, ഈ 5 ഇന്ദ്രിയങ്ങളെ കുറിച്ച് അഥവാ 5 സെൻസ് ഓർഗൻസ് ആണ് ഇവിടെ ഉള്ളത് നമ്മളുടെ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ളത്, വിൻഡോസ് ഓഫ് നോളജ്. അതേപോലെ തന്നെ ഇതിന്റെ ഫങ്ഷൻസ്, അതേപോലെ തന്നെ ഇതിന്റെ സ്ട്രക്ചേഴ്സ്, ഇത്രയും കാര്യങ്ങളും കൂടെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ശേഷം നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോയാൽ കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ്, ഒരുപക്ഷെ നിങ്ങൾ കേൾക്കാത്ത ടേം ആയിരിക്കും അല്ലെ. അതായത് സമസ്ഥിതിക്കായുള്ള രാസ സന്ദേശങ്ങൾ. നമ്മുടെ ശരീരത്തിലെ ഹോർമോൺസ് ഇല്ലേ, ഹോർമോൺസ് ഓൾറെഡി 8ാം ക്ലാസ്സിലെ ഹോർമോൺസ് എന്ന് പറയുന്ന ഒരു കാര്യം ടേം നിങ്ങൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ ആ ഹോർമോൺസ് ഏതൊക്കെയാണെന്നും നമ്മുടെ ബോഡിയിലെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഹോർമോൺസും അവർ ആരൊക്കെയാണ്, ഏതൊക്കെ ഗ്രന്ഥികളാണ് ആ ഹോർമോൺസിനെ സെക്രേറ്റ് ചെയ്യുന്നതും ആൻഡ് ഓരോ ഹോർമോൺസിന്റെ ഫങ്ഷൻസ് എന്താണെന്നും ഇത്തരം കാര്യങ്ങളാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ ഉള്ളതെങ്കിൽ 4ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് നിപ്പയും എയ്ഡ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരുപാട് രോഗങ്ങളാണ്. അകറ്റി നിർത്താം രോഗങ്ങളെ, അതായത് പലതരത്തിലുള്ള ഡിസീസുകൾ, കീപ്പിംഗ് ഡിസീസസ് എവേ എന്ന ഈ ഒരു ചാപ്റ്ററിൽ ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ്, ഫംഗൽ ഡിസീസ്, പ്രോട്ടോസോൺ ഡിസീസ്, പ്ലാന്റ് ഡിസീസ് ആൻഡ് ആനിമൽ ഡിസീസ്, ഇത്രയും 6 കൈൻഡ് ഓഫ് ഡിസീസുകളും കൂട്ടത്തിലെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളുമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ കീപ്പിംഗ് ഡിസീസസ് എവയാണ്. ശേഷം നമ്മൾ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലോട്ട് പോയാൽ പാർട്ട് 2 നമുക്ക് പഠിക്കാനുള്ളത് 4 ചാപ്റ്റേഴ്സ് ആണ്. അതിൽ 5ാമത്തെ ചാപ്റ്റർ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് അഥവാ പ്രതിരോധത്തിന്റെ കാവലാളുകൾ. നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണ് പ്രതിരോധിച്ച് നിർത്താൻ സഹായിക്കുന്നത്, ആരൊക്കെയാണ് പ്രതിരോധത്തിനായിട്ട് സഹായിക്കുന്നത്, അവരെ കുറിച്ചാണ് ഈ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് അഥവാ പ്രതിരോധത്തിന്റെ കാവലാളുകൾ എന്ന ഈ
ഒരു ചാപ്റ്ററിലുള്ളത്. നമ്മളെ ശരീരത്തിലോട്ട് രോഗാണുക്കൾ വരുന്ന സമയത്ത് എന്താണ് നമ്മളെ ശരീരത്തിൽ നടക്കുന്നത്, ആരാണ് രോഗാണുക്കളെ തടയുന്നത്, എങ്ങനെയെല്ലാമാണ് രോഗാണുക്കളെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് പറ്റുന്നത്, നമ്മളിപ്പോൾ കുത്തിവെപ്പൊക്കെ എടുക്കുന്നില്ലേ, വാക്സിനേഷൻ എടുക്കുന്നില്ലേ, അതിൻ്റെ എല്ലാം പ്രാധാന്യം എന്ത്, ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങളാണ് 5ാമത്തെ ചാപ്റ്ററിൽ ഉള്ളതെങ്കിൽ 6ാമത്തെ ചാപ്റ്റർ ഇഴ പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ അഥവാ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജെനറ്റിക്സ് ആണ്. അതായത് ബയോളജിയിലെ വലിയൊരു ബ്രാഞ്ച് ആയിട്ടുള്ള ജെനറ്റിക്സ് എന്ന ബ്രാഞ്ചിലോട്ട് നിങ്ങൾ കടക്കുകയാണ്. ജെനറ്റിക്സിൽ എന്താണ് ജെനറ്റിക്സ് എന്നും അതേപോലെ തന്നെ മെന്റലിന്റെ എക്സ്പെരിമെന്റുകൾ, DNA, RNA ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ജെനറ്റിക്സിലുണ്ട്. ആൻഡ് 7ാമത്തെ ചാപ്റ്ററിൽ ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ, അതായത് നാളെയുടെ ജനിതകം, ജെനറ്റിക് എഞ്ചിനീയറിംഗ്, അതേപോലെ തന്നെ അതിന്റെ അപ്ലിക്കേഷൻസ്, ജീൻ തെറാപ്പി, നിങ്ങൾ ഫോറൻസിക് ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ, DNA ഫിംഗർ പ്രിന്റിംഗ് ഫോറൻസിക് എന്ന സിനിമയിൽ ടെസ്റ്റിനെ കുറിച്ചൊക്കെ കേട്ടിട്ടില്ലേ, അതിനെക്കുറിച്ചെല്ലാം തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. നാളെയുടെ ജനിതകം അഥവാ ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചറിൽ പഠിക്കാനുണ്ട്. നെക്സ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്, നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും മനുഷ്യനുണ്ടായത് കുരങ്ങിൽ നിന്നാണെന്നല്ലേ. അപ്പൊ കുരങ്ങും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താ നിങ്ങൾ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും. സോ ദ പാത്ത് ട്രാവേഴ്സ്ഡ് ബൈ ലൈഫ് അഥവാ ജീവൻ പിന്നിട്ട പാതകൾ എന്ന ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചിട്ടാണ്. അതായത് മനുഷ്യ പരിണാമത്തിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് മനുഷ്യൻ എന്ന ഈ രൂപത്തിലോട്ട് എത്തിയിട്ടുള്ളത്, ആദ്യം രൂപപ്പെട്ടത് ആരാണ്, ഇങ്ങനെയുള്ള ഒരുപാട് ക്യൂരിയോസിറ്റിയുള്ള കാര്യങ്ങൾ എവിടെയുണ്ട്, നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലുണ്ട്. ഇത്രയാണ് 8 ചാപ്റ്റേഴ്സ്. ഈ 8 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ വെയിറ്റ് ചെയ്തിട്ട് 10th സ്റ്റാൻഡേർഡിൽ ഉള്ളത്. അപ്പൊ ഈ 8 ചാപ്റ്റേഴ്സും ഈസി ആയിട്ട് പഠിച്ചാൽ നിങ്ങളെ ലക്ഷ്യത്തിലോട്ടെത്തും. അതായത് ഫുൾ A+ എന്ന ലക്ഷ്യം, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റും മാക്സിമം മാർക്ക് എന്ന ലക്ഷ്യത്തിലോട്ട് നിങ്ങൾക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഈ 8 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളെ മുന്നിലുള്ളത്. അപ്പൊ ഈ 8 ചാപ്റ്റേഴ്സും അടിപൊളിയായിട്ട് പഠിക്കുക. ഓരോ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യങ്ങളും, അതായത് എങ്ങനെയാണ് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കാന്നുള്ളതൊക്കെ തന്നെ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ Xylem Learning ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെയുള്ള നമ്പറിൽ ഇപ്പൊ തന്നെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളെ സീറ്റ് ഉറപ്പിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ 10th ബയോളജി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തെങ്കിൽ, നിങ്ങൾ പഠിക്കാൻ റെഡി ആണെങ്കിൽ യെസ് ഐ ആം റെഡി എന്ന് പറഞ്ഞ് നിങ്ങളുടെ കമന്റിലേക്ക് താഴെ കാണണം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.